പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ സ്മാർട്ട് +2 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഡിമാൻഡ്. വാട്ട് ഈസ് ഡിമാൻഡ്? വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്? വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ്. ദാറ്റ് ഈസ് ദ ഡെറിവേഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഫ്രം ദി ഇൻഡിഫറൻസ് കർവ് ഓർ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നിന്നും അഥവാ ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഡിമാൻഡ് കർവ് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം. അതിനു മുമ്പ് ഈ കാര്യം വളരെ ഭംഗിയായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഒന്ന് ഓർക്കണം. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നറിയാമല്ലോ. ലോ ഓഫ് ഡിമാൻഡ് ഷോസ് the indirect relationship between the price of a commodity and its demand on the assumption that other factors affecting demand except the price is remaining constant. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ അനാലിസിസ് വേണ്ടത് ബഡ്ജറ്റ് ലൈനിൻ്റെ ഷിഫ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾക്ക് അറിയണം. അത് നിങ്ങൾക്കറിയുമല്ലോ. ജസ്റ്റ് ഈ പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ആ ബഡ്ജറ്റ് ലൈനിൻ്റെ പ്രൈസുമായിട്ടുള്ള ഷിഫ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ഈ ഡയഗ്രാമിൽ OX ആക്സിസിൽ നമ്മൾ ഗുഡ് 1 എടുക്കുന്നു, OY ആക്സിസിൽ ഗുഡ് 2 എടുക്കുന്നു. സപ്പോസ് ഇതാണ് ഒരു ബഡ്ജറ്റ് ലൈൻ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഗുഡ് 1ൻ്റെ വില കുറഞ്ഞാൽ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയായിരിക്കും ഷിഫ്റ്റ് ആകുക? ദാ ഇങ്ങനെ, അല്ലേ? അതായത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് മാറ്റമില്ല, എന്നാൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കൂടുന്നു. അതേപോലെ തന്നെ ഗുഡ് 1ൻ്റെ വില സപ്പോസ് കൂടുന്നു എന്ന് സങ്കല്പിക്കുക. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബഡ്ജറ്റ് ലൈൻ? ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ എന്താ സംഭവിച്ചേ? നൗ ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് only the less quantity of good 1. So what changes happen here? The horizontal intercept has decreased and there is no change in the vertical intercept. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് നിങ്ങൾക്ക് ഭംഗിയായി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. ദ ഡെറിവേഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഫ്രം ദി ഇൻഡിഫറൻസ് കർവ് ആൻഡ് ദ ബഡ്ജറ്റ് ലൈൻ, ഓർ ദ ഡെറിവേഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഇൻ ദി ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. നമ്മൾക്ക് ഇന്നത്തെ നമ്മളുടെ പഠനം കുറച്ച് ലളിതമാക്കുന്നതിനും പ്രായോഗിക തലത്തിലേക്ക് വരുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതിതാണ്, സപ്പോസ് നമ്മുടെ ഉപഭോക്താവിന് ഇൻകം, അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു 40 എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അയാളുടെ മൊത്തം ഇൻകം 40 രൂപയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ദ പ്രൈസ് ഓഫ് ഗുഡ് 1 P1 എന്ന് പറയുന്നത് 20 രൂപയാണ് എന്ന് നമ്മൾ എടുക്കുന്നു. P1 ഈസ് ₹20 and we assume that the price of good 2 that is P2 is ₹10. അപ്പോൾ ആകെ വരുമാനം 40 രൂപ, P1 എന്ന് പറയുന്നത് 20 രൂപ, P2 എന്ന് പറയുന്നത് 10 രൂപ.
അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാമല്ലോ. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? m/p1 that is 40/20 which is equal to 2 അല്ലേ? ഇതിനെ സംബന്ധിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ നടത്തുന്നില്ല, കാരണം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് മുഴുവൻ ഇൻകവും ഗുഡ് വൺ വാങ്ങാൻ വേണ്ടി മാത്രമാണ് കൺസ്യൂമർ ഉപയോഗിക്കുന്നതെങ്കിൽ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ്? 2. Then what is the vertical intercept? Vertical intercept is equal to m/p2 which is equal to 40/10 which is equal to 4. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് സൂചിപ്പിക്കുന്നത്? ഇഫ് ദ കൺസ്യൂമർ സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ് 2 അലോൺ, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് 2 ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അല്ലേ? മുഴുവൻ ഇൻകവും ഗുഡ് 2 മാത്രം വാങ്ങാൻ വേണ്ടി കൺസ്യൂമർ ഉപയോഗിച്ചാൽ എത്രമാത്രം ഗുഡ് 2 കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് സൂചിപ്പിക്കുന്നത്. എത്രമാത്രം ഗുഡ് 2 വാങ്ങാം? 4. അപ്പം നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കിട്ടി, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കിട്ടി. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ കഴിയും. നമുക്ക് വരയ്ക്കാം. അപ്പോൾ in the diagram, in the x-axis we have taken the unit of good 1 and in the y-axis we take good 2. അപ്പോൾ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർസെപ്റ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. ഏത് ബഡ്ജറ്റ് ലൈൻ? വിത്ത് ഇൻകം 40, P1 20 ആൻഡ് P2 10. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാണ്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഈസ് 2 ആൻഡ് വാട്ട് ഈസ് ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്? 4. അപ്പോൾ ഈ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിലുള്ള 4നെയും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിലുള്ള 2നെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ദാറ്റ് ഈസ് ദ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. ലെറ്റ് us call this budget line as AB. AB എന്നൊരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ വരച്ചു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് ലൈൻ ആയിരിക്കുമ്പോൾ കൺസ്യൂമറുടെ ചോയ്സ്, ഓപ്റ്റിമൽ ചോയ്സ് എന്തായിരിക്കും, എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ഏത് ടൂളാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്? പറയൂ. യെസ്, ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് കൂടെ നമ്മൾ ഈ ഡയഗ്രാമിലേക്ക് കൊണ്ടുവരാം. IC1 എന്ന ഒരു ഇൻഡിഫറൻസ് കർവ് കൂടെ നമ്മൾ ഈ ഡയഗ്രാമിലേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമറുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുക. അതിലുപരിയായിട്ട് വാട്ട് ഈസ് ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൺസ്യൂമറുടെ ഇൻഡിഫറൻസ് കർവ് കൂടെ നമ്മൾ കൊണ്ടുവന്നു. IC1 എന്ന ഇൻഡിഫറൻസ് കർവാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനിലൂടെ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. സോ ഒരു പോയിന്റ് നമുക്ക് എടുക്കുന്നു E. അപ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് കൺസ്യൂമർ വാങ്ങുന്നത്? ഗുഡ് 1ൻ്റെ ഒരു ക്വാണ്ടിറ്റി ആണ് കൺസ്യൂമർ വാങ്ങുന്നത്. ഗുഡ് 2 വാങ്ങുന്നത് 2 പോയിൻറ്റ് സംതിങ് ആവും. ദാറ്റ് ഇസ് 2 എന്ന് വിചാരിക്കുക. അപ്പോൾ ഗുഡ് 2 തൽക്കാലം നമ്മളിവിടെ പറയുന്നില്ല, ഗുഡ് 1 മാത്രമേ പറയുന്നുള്ളൂ. അത് മാത്രം മതിയാകും എന്നുള്ളത് കൊണ്ടാണ്. സോ with the budget line AB and the indifference curve IC1, in which point the consumer chooses at point E. E is the optimal choice of the consumer here. And how much quantity of good 1 the consumer purchase here?
1. ഒരു ഗുഡ് വൺ ആണ് കൺസ്യൂമർ വാങ്ങുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ സങ്കല്പിക്കുന്നു, എന്താണെന്നറിയാമോ? ഗുഡ് വണ്ണിൻ്റെ വില 20 നിന്നും 10 കുറഞ്ഞു എന്ന് സങ്കല്പിക്കൂ. എന്താണ് നമ്മൾ സങ്കല്പിക്കുന്നത്? ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ P1 ഈസ് ഡിക്രീസ്ഡ് ടു ₹10. 20 നിന്നും 10 ഗുഡ് വണ്ണിൻ്റെ വില കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് മാറുമല്ലോ? മാറും. പുതിയ ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? ദാറ്റ് ഈസ് M/P1 which is equal to 40. 40 മീൻസ് ഇൻകം, അതിന് മാറ്റമില്ല. പുതിയ പ്രൈസ് എത്രയാണ്? 10. സോ M/P1 is equal to 40/10 which is equal to 4. ഗുഡ് വണ്ണിൻ്റെ വില കുറഞ്ഞപ്പോൾ now the consumer can purchase how much quantity of good one? 4. ഗുഡ് 2ന് മാറ്റമുണ്ടോ? ഇല്ല, അതിൻ്റെ പ്രൈസിൽ മാറ്റമില്ല. അപ്പോൾ ഗുഡ് വൺ കൺസ്യൂമർ വാങ്ങുന്നത് കൂടി, 4 കൂടി ഗുഡ് വണ്ണിൻ്റെ വില കുറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് പുതിയൊരു ബഡ്ജറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാൻ കഴിയും. ഏതൊക്കെ ഇൻ്റർസെപ്റ്റുകൾ വെച്ചുകൊണ്ട്? ഗുഡ് 2വിൻ്റെ പഴയ ഇൻ്റർസെപ്റ്റായ 4, അതിന് മാറ്റമില്ലല്ലോ, 4. അതേപോലെ ഗുഡ് വണ്ണിൻ്റെ പുതിയ ഇൻ്റർസെപ്റ്റായ 4. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ലൈൻ AB എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്യുന്നു. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. 4. ദാ അതിനെ AB1 എന്ന് വിളിക്കാൻ വേണമെങ്കിൽ AB1. അപ്പോൾ when the price of good one has decreased from ₹20 to ₹10, what happened to the budget line? The budget line is also shifted from AB to AB1. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിന് മാറ്റമില്ല, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കൂടി. അപ്പം ഈ ഒരു ബഡ്ജറ്റ് ലൈനിൽ കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ് നമുക്ക് കാണിക്കണം, കൺസ്യൂമറുടെ പ്രിഫറൻസ് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു ഇൻഡിഫറൻസ് കർവ് കൂടെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു, കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശ്രദ്ധിക്കൂ. IC2 എന്നൊരു ഇൻഡിഫറൻസ് കർവ് നമ്മൾ കൊണ്ടുവന്നു. E1 എന്നൊരു പോയിന്റ് എടുത്തു. അപ്പം നൗ ദ ഇൻഡിഫറൻസ് കർവ് IC2, ആ ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈൻ, പുതിയ ബഡ്ജറ്റ് ലൈനായ AB1 ആയിട്ട് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? E1 എന്ന് പറയുന്ന ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. അപ്പം അതായിരിക്കും ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. പുതിയ ബഡ്ജറ്റ് ലൈനിലെ പുതിയ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ. ഇവിടെ എത്രമാത്രം ഗുഡ് വൺ ആണ് കൺസ്യൂമർ വാങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. എത്രമാത്രം ഗുഡ് വൺ ആണ്? 3. അപ്പം നൗ ദ കൺസ്യൂമർ ഹാസ് ഇൻക്രീസ്ഡ് ദ പർച്ചേസ് ഓഫ് ഗുഡ് വൺ ഫ്രം 1 to 3. ശരിയല്ലേ? അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ വില കുറഞ്ഞപ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്തു? ഇപ്പോൾ ഗുഡ് വൺ കൂടുതൽ വാങ്ങി. നേരത്തെ 1 വാങ്ങിയത് 20 രൂപ ആയിരുന്നപ്പോൾ 10 രൂപയായിട്ട് ഗുഡ് വണ്ണിൻ്റെ വില കുറഞ്ഞപ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്തു? 3 സാധനങ്ങൾ, ഗുഡ് വണ്ണിൻ്റെ 3 യൂണിറ്റുകൾ കൺസ്യൂമർ വാങ്ങി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പം ഇവിടെ ഗുഡ് 2ഉം കൺസ്യൂമർ വാങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനാലിസിസിന് ഗുഡ് വണ്ണിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് നമ്മൾ കടക്കാത്തത്. കുറച്ചുകൂടി കോംപ്ലക്സിറ്റി ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, നമ്മൾ വീണ്ടും സങ്കല്പിക്കുന്നു. ഗുഡ് വണ്ണിൻ്റെ വില വീണ്ടും താഴോട്ട്. 20 ആയിരുന്നത് 10 ആ 10 ആയിരുന്നത് സപ്പോസ് നമ്മൾ വിചാരിക്കുന്നു 5 ഫോളായി എന്ന് സങ്കല്പിക്കുന്നു ഗുഡ് വണ്ണിൻ്റെ വില. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാം.
അതുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ വില എന്ന് പറയുന്നത് 5 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ പുതിയ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയായിരിക്കും? m/p1 ഈസ് ഈക്വൽ ടു 40/5 വിച്ച് ഈസ് ഈക്വൽ ടു 8. ശരിയല്ലേ? ഇപ്പോൾ എത്ര ഗുഡ് വൺ കൺസ്യൂമർക്ക് വാങ്ങാം? 8 ഗുഡ് വൺ വാങ്ങാൻ. കാരണം എന്താ? ഗുഡ് വണ്ണിൻ്റെ വില ഇപ്പോൾ 5 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ നമുക്ക് വരയ്ക്കാമല്ലോ. അതെങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലായല്ലോ. ഏതൊക്കെ പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്താണ് നമ്മൾ വരയ്ക്കേണ്ടത്? പറയൂ. ശരിയാണ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിലെ 4നെയും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിലെ 8നെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ 4, ഇവിടെ 8. സോ ദിസ് ഈസ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ വില വീണ്ടും 5 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ കൺസ്യൂമറുടെ ചോയ്സ്, ഓപ്റ്റിമൽ ചോയ്സ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിഫറൻസ് കർവ് കൊണ്ടുവരണം. അപ്പോൾ വി ഹാവ് ടു ബ്രിങ് അനദർ ഇൻഡിഫറൻസ് കർവ് ടു ദിസ് ഡയഗ്രാം. കൊണ്ടുവരാം, ശ്രദ്ധിക്കുക. IC3 എന്ന് പറയുന്ന ഒരു പുതിയൊരു ഇൻഡിഫറൻസ് കർവ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. ആ ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനുമായിട്ട് ടച്ച് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. അത് ഏത് പോയിന്റാണ്? സപ്പോസ് ഇതാണ്. ദാറ്റ് ഈസ് E2 എന്ന് നമ്മൾ വിളിച്ചു. E2. സോ E2 ഈസ് ദ ന്യൂ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ വെയർ ദ ബഡ്ജറ്റ് ലൈൻ AB2 അല്ലേ? നമ്മൾ പേര് കൊടുത്തില്ല. ബഡ്ജറ്റ് ലൈന് AB2 എന്ന് കൊടുക്കാം, മൂന്നാമത്തെ ബഡ്ജറ്റ് ലൈൻ. സോ E2 is the optimal choice of the consumer because the third budget line AB2 and the third indifference curve IC3 intersect at point E2. So E2 is the optimal choice of the consumer. Okay? അപ്പോൾ അവിടെ എത്രമാത്രം ക്വാണ്ടിറ്റിയാണ് ഗുഡ് വൺ വാങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത്. എപ്പോൾ? ഗുഡ് വണ്ണിൻ്റെ വില 5 ആയിട്ട് കുറഞ്ഞപ്പോൾ. നോക്കാം, എത്രമാത്രം ഗുഡ് വണ്ണാണ് വാങ്ങുന്നത്? 5. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇവിടെ നമ്മൾ 3 വിലകളാണ് എടുത്തത്. 3 വിലകൾ. അത് ഏതെല്ലാം വിലകളായിരുന്നു? അതേപോലെ ആ 3 വിലകളിലും കൺസ്യൂമർ വാങ്ങിയ ഗുഡ് വണ്ണിൻ്റെ അളവ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന 2 കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടിയിരിക്കുകയാണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടേബിളിലാക്കാം. ശ്രദ്ധിക്കൂ. ഒരു കോളം പ്രൈസ്, അടുത്ത കോളം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് വൺ ആണ്. ഓർത്തിരിക്കുക. യെസ്, പ്രൈസ് ആദ്യം എത്ര ആയിരുന്നു? 20 രൂപയായിരുന്നു. പിന്നെ അത് എത്രയായിട്ട് കുറഞ്ഞു? 10 ആയിട്ട് കുറഞ്ഞു. പിന്നെയോ 5 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ പ്രൈസ് 20-ൽ നിന്നും 5 ആയിട്ട് കുറഞ്ഞു. പ്രൈസ് 20 ആയിരുന്നപ്പോൾ കൺസ്യൂമർ എത്ര ഗുഡ് വൺ ആണ് വാങ്ങിയത്? 1. പ്രൈസ് 10 ആയിട്ട് കുറഞ്ഞപ്പോൾ കൺസ്യൂമർ ഗുഡ് വണ്ണിൻ്റെ അളവ് കൂട്ടിയില്ലേ? എത്ര ആയിട്ട്? 3 ആയിട്ട്. വീണ്ടും ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് 5 ആയിട്ട് കുറഞ്ഞപ്പോൾ കൺസ്യൂമർ വാങ്ങിയ ഗുഡ് വണ്ണിൻ്റെ അളവ് കൂടിയല്ലോ. എത്ര ആയിട്ട് കൂടി? 5 ആയിട്ട് കൂടി. അപ്പോൾ ഒരു കാര്യം ഈ ടേബിളിൽ നിന്ന് വ്യക്തമായല്ലോ. When the price of good one decreased from ₹20 to ₹5, what will happen to the demand, or what will happen to the quantity purchased of good one? The quantity purchased of good one has increased from 1 to 5. അപ്പോൾ പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. വിച്ച് ടൈപ്പ് ഓഫ് റിലേഷൻ? ഇൻവേഴ്സ് റിലേഷൻ. The inverse relation between price of a commodity and its demand is called law of demand. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾക്കിവിടെ കിട്ടി. ആ ഡിമാൻഡ് കർവ് നമ്മളിനി ഡെറൈവ് ചെയ്യാൻ പോവുകയാണ് ബേസ്ഡ് ഓൺ ദിസ് ഡേറ്റ ഫാക്ട്. ഇതിനായി നമ്മൾ ഈ ഡയഗ്രാമിന് താഴെയായിട്ട് ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്, ഒരു ലോവർ പാർട്ടിലായിട്ട്. ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ
ഡിമാൻഡാണ് നമ്മൾ കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ ഡിമാൻഡ് എടുക്കുന്നു. ഡിമാൻഡ് ഓഫ് വാട്ട്? ഡിമാൻഡ് ഓഫ് ഗുഡ് വൺ. ഡിമാൻഡ് ഓഫ് ഗുഡ് വൺ, ദാറ്റ് ഈസ് 1 2 3 4 5 6 7 8. അടുത്തത് നമ്മൾ OX ആക്സിസ്, OY ആക്സിസ്. Y ആക്സിസിൽ നമ്മൾ ഡിമാൻഡ് ഡിറൈവ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത് ഗുഡ് ടു ആണോ? അല്ല, പിന്നെന്താണ്? കറക്റ്റ്, പ്രൈസ്. അപ്പോൾ ഇൻ ദ വെർട്ടിക്കൽ ആക്സിസ് വി ടേക്ക് ദ പ്രൈസ് ഓഫ് ഗുഡ് വൺ, പ്രൈസ് ഓഫ് ഗുഡ് വൺ. അപ്പോൾ അത് നമ്മൾ 5 10 15 20 എന്ന് എടുക്കുകയാണ്. സോ ഇൻ ദ ലോവർ പാർട്ട് of the diagram, y axis we have taken the price of good one and in the x axis we have taken the quantity demanded of good one. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ പ്രൈസിലും 3 സെറ്റ് ഓഫ് പ്രൈസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ പ്രൈസിൽ ഡിമാൻഡ് ഓഫ് ഗുഡ് വൺ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിവിടെ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 20 രൂപ ആയിരുന്നപ്പോൾ, വില 20 രൂപയായിരുന്നപ്പോൾ എത്രമാത്രം ഗുഡ് വൺ ആണ് കൺസ്യൂമർ വാങ്ങിയത്? 1. സോ 120. ഇപ്പോൾ നമ്മളൊരു പോയിൻ്റ് എടുത്തു, 120. പിന്നെയോ 10 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ 3 സാധനമാണ് വാങ്ങിയത് ഗുഡ് വൺ. 10 ആയിട്ട് കുറഞ്ഞപ്പോൾ 3. പിന്നെയോ ഗുഡ് വണ്ണിന് വില 5 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ കൺസ്യൂമർ വാങ്ങിയത് 5 സാധനങ്ങളാണ്. 5. ഇവിടെ നിന്ന് 5 എടുക്കുക, ഇവിടെ നിന്നും 5 എടുക്കുക. അപ്പോൾ അങ്ങനെ 3 പോയിന്റുകൾ കിട്ടി. ഈ പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കർവ് വരയ്ക്കുന്നു. ദിസ് ഈസ് ദി ഡിമാൻഡ് കർവ്. ദിസ് ഈസ് ദി ഡിമാൻഡ് കർവ്. But this demand curve is actually we have derived from this indifference curve and budget line. ഈ ഡിമാൻഡ് കർവ് എന്താണ് കാണിക്കുന്നത്? അറ്റ് പ്രൈസ് 20 the quantity demanded is 1. At price 5 the quantity demanded is also 5. That is ഇവിടുന്ന് കണക്ട് ചെയ്തോളൂ. റുപ്പീസ് ക്വാണ്ടിറ്റി, ഇവിടെ ക്വാണ്ടിറ്റി 1 ആണ്, ഇവിടെയും ക്വാണ്ടിറ്റി 1 ആണ്. ഇവിടെ ക്വാണ്ടിറ്റി 3 ആണ്, ഇവിടെയും ക്വാണ്ടിറ്റി 3 ആണ്. ഇവിടെ ക്വാണ്ടിറ്റി 5 ആണ്, അവിടെയും ക്വാണ്ടിറ്റി 5 ആണ്. അപ്പം ഇങ്ങനെ this demand curve shows the inverse relationship between the price of a commodity and its demand. അതാണ് ലോ ഓഫ് ഡിമാൻഡ്. ആ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു? ഈ ഇൻഡിഫറൻസ് കർവിൽ നിന്നും അതേപോലെ ബഡ്ജറ്റ് ലൈനിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തു. സോ ദിസ് ഈസ് ദി ഡെറിവേഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഫ്രം ദ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഓർ ദ ഇൻഡിഫറൻസ് കർവ് ടെക്നിക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ട്. അതെന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ ഡിമാൻഡ് കർവ് ഇങ്ങനെ ഡൗൺവേർഡായിട്ട് ചരിഞ്ഞു പോകുന്നതിന് 2 കാരണങ്ങൾ കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഗുഡ് വണ്ണിൻ്റെ വില ഇവിടെ കുറഞ്ഞു അല്ലേ? ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ആ സാധനം എന്താവും? ശരിക്കും ചീപ്പ് സാധനമാവും. ചീപ്പ്, വില കുറഞ്ഞ സാധനമാവും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ സാധനത്തെ ചീപ്പ് കമ്മോഡിറ്റി എന്ന് വിളിക്കാം. ചീപ്പ് കമ്മോഡിറ്റി. ഇപ്പോൾ വില കുറയാത്തൊരു സാധനം ഉണ്ടാവും. ആ സാധനം എന്തായിരിക്കും? ഡിയർ വൺ അഥവാ ഡിയർ കമ്മോഡിറ്റി എന്ന് വിളിക്കാം. സോ വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, that commodity will become cheap to whom? To the consumer. ശരിയല്ലേ? ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ ആ സാധനം കൺസ്യൂമർക്ക് എന്താകുന്നു? ചീപ്പ് സാധനമാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്യൂമർ എന്താ ചെയ്യുന്നത്? The consumer will substitute that cheap commodity in place of what? The dear commodity. ശരിയല്ലേ? അതായത് ഒരു സാധനത്തിൻ്റെ വില കുറയുമ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? കൺസ്യൂമർ
ആ വില കുറഞ്ഞ സാധനം കൂടുതലായിട്ട് വാങ്ങും. ഏതിൻ്റെ സ്ഥാനത്ത്? വില കൂടിയ ഗുഡിൻ്റെ സ്ഥാനത്ത്. ഏത് സാധനത്തിൻ്റെ വിലയാണ് കുറഞ്ഞത്? ഗുഡ് വൺ. അപ്പോൾ ഗുഡ് വൺ ഈസ് ദ ചീപ്പ് കമ്മോഡിറ്റി. അപ്പോൾ ഏത് സാധനമായിരിക്കും? ഡിയർ ഗുഡ്, ഗുഡ് ടു. അപ്പോൾ ഗുഡ് വണ്ണിൻ്റെ വില കുറഞ്ഞപ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്തു? ഹി ഹാസ് പർച്ചേസ്ഡ് മോർ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് വൺ ഇൻ പ്ലേസ് ഓഫ് ഗുഡ് ടു. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞപ്പോൾ കൺസ്യൂമർ എന്ത് ചെയ്തു? ഹി ഹാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ ചീപ്പ് കമ്മോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് ദ ഡിയർ ഗുഡ്സ്. ഇങ്ങനെ ഒരു സാധനം വില കുറയുന്നു, ആ സാധനം ചീപ്പാകുന്നു, ആ ചീപ്പായ സാധനം കൺസ്യൂമർ കൂടുതൽ വാങ്ങുന്നു. ഏതിന് പകരമായിട്ട്? വില കുറയാത്ത സാധനത്തിന് പകരമായിട്ട്. ഈ ഒരു ആസ്പെക്റ്റിനെ നമ്മളൊരു പ്രത്യേക പേരിലാണ് വിളിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്? വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, that commodity will become cheap compared to the other commodity. So what the consumer will do? The consumer will substitute the cheap commodity in place of the dear commodity. This is called what? Substitution effect. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ആകാനുള്ള ഒരു കാരണം. മനസ്സിലായല്ലോ? ശരി. ഇനി ഈ ഒരു കാര്യം വീണ്ടും നമ്മൾ ഒന്നുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് പരിശോധിച്ചാൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാവും. എന്താണെന്നറിയോ? അത് പറയുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ വരുമാനം 40 രൂപയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലേ? ഗുഡ് വണ്ണിൻ്റെ വില 20 രൂപയും ആയിരുന്നു. അപ്പോൾ when the income of the consumer is ₹40 and the price of good one is ₹20, how much quantity of good one the consumer can purchase? 2. അല്ലേ? ആ 2 ഗുഡ്സ് ആണ് കൺസ്യൂമർക്ക് ആവശ്യമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ കൺസ്യൂമർക്ക് ബാലൻസ് ഇൻകം വല്ലതുമുണ്ടോ? ഇല്ല. ആകെ 40 രൂപ ഇൻകം, 2 ഗുഡ് വൺ വാങ്ങി 20 രൂപയുടെ, അപ്പം 40 ചിലവായി. കൺസ്യൂമർക്ക് ഇൻകം ഇല്ല, അല്ലേ? എന്നാൽ when the price of good one is decreased to ₹10, ഗുഡ് വണ്ണിൻ്റെ വില 20 നിന്നും 10 കുറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ കൺസ്യൂമർക്ക് 4 ഗുഡ് വൺ വാങ്ങാം, പക്ഷേ കൺസ്യൂമർക്ക് 2 മതി. കൺസ്യൂമർക്ക് 2 ആവശ്യമേ ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എത്ര രൂപ കൺസ്യൂമർക്ക് ചിലവാകും? 2 × 10 that is equal to 20. 20 രൂപയെ കൺസ്യൂമർക്ക് ചിലവാകും. ശരിയല്ലേ? ബാക്കി എത്ര ഉണ്ട്? 20 രൂപ കൺസ്യൂമറുടെ കയ്യിലിരിക്കുകയാണ്. കൺസ്യൂമറുടെ ഇൻകത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇൻകം കൂടിയോ? ഇൻകം കൂടിയത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ഒരിക്കലുമല്ല. ഇൻകത്തിന് യാതൊരു മാറ്റവുമില്ല. പക്ഷേ ഇവിടെ ഗുഡ് വണ്ണിൻ്റെ വില 20 നിന്നും 10 കുറഞ്ഞപ്പോൾ കൺസ്യൂമർ 2 ഗുഡ് വൺ മാത്രമേ വാങ്ങുന്നുള്ളൂ എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ കൺസ്യൂമർക്ക് എല്ലാ ചിലവും കഴിഞ്ഞിട്ട് എത്ര രൂപ അധികം വന്നു? 20 രൂപ ബാലൻസ് വന്നു. ശരിക്കും ഇത് കൺസ്യൂമറുടെ ഇൻകം വർദ്ധിച്ചതിന് തുല്യമല്ലേ? ആണ്. യഥാർത്ഥത്തിൽ കൺസ്യൂമറുടെ ഇൻകം വർദ്ധിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഇൻകം വർദ്ധിക്കാൻ കാരണമായത്? ഗുഡ് വണ്ണിൻ്റെ വില കുറഞ്ഞതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്നറിയാമോ? എ fall in the price of a commodity means a rise in the income of the consumer. That income is called real income. That is the purchasing power. ഒരു സാധനത്തിൻ്റെ വില കുറയുക എന്ന് വെച്ചാൽ കൺസ്യൂമറുടെ യഥാർത്ഥ ഇൻകം കൂടുന്നു എന്നാണ് അർത്ഥം. ദ റിയൽ ഇൻകം, ദ പർച്ചേസിങ് പവർ കൂടുന്നു എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പം അയാൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുന്നേ? കൂടുതൽ സാധനങ്ങൾ വാങ്ങും. ശരിയല്ലേ?
ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകം ഇഫക്റ്റ് എന്ന് വിളിക്കും. ഇൻകം ഇഫക്റ്റ്. അപ്പോൾ എന്താണ് ഇൻകം ഇഫക്റ്റ്? ഒരു സാധനത്തിൻ്റെ വില കുറയുന്നു, അതുവഴി കൺസ്യൂമറുടെ റിയൽ ഇൻകം വർദ്ധിക്കുന്നു. റിയൽ ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമർ എന്ത് ചെയ്യുന്നു? കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞ് റിയൽ ഇൻകം കൂടി കൺസ്യൂമർ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകം ഇഫക്റ്റ്. സോ ഇൻകം ഇഫക്റ്റ് ഈസ് a rise in the quantity of a commodity due to a rise in the income of the consumer via fall in the price of a good. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞ് കൺസ്യൂമറുടെ റിയൽ ഇൻകം കൂടി കൺസ്യൂമർ ആ സാധനം കൂടുതൽ വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകം ഇഫക്റ്റ്. ഇങ്ങനെ ഇൻകം ഇഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഈ രണ്ട് ഇഫക്റ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇൻകം ഇഫക്റ്റിൻ്റെയും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെയും പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് അഥവാ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ രണ്ട് ഇഫക്റ്റുകൾ നമ്മൾ കണ്ടുവല്ലോ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആൻഡ് ഇൻകം ഇഫക്റ്റ്. ക്ലിയർ ആണല്ലോ ആശയങ്ങൾ രണ്ടിൻ്റെയും? യെസ്. ഇനി ഈ രണ്ട് ഇഫക്റ്റുകളിൽ സപ്പോസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റാണ് സ്ട്രോങ്ങർ എന്ന് വിചാരിക്കൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെ പ്രവർത്തനമാണ് വളരെ സ്ട്രോങ്ങർ എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. ഒന്നുകൂടെ ഓർക്കുക, if the substitution effect is stronger, അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് സ്ട്രോങ് ആണെങ്കിൽ, ഇൻകം ഇഫക്റ്റിനേക്കാൾ സ്ട്രോങ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. മനസ്സിലായല്ലോ? If the income effect is stronger than the substitution effect, then നമ്മൾ പഠിച്ച ലോ ഓഫ് ഡിമാൻഡൊക്കെ പമ്പ കിടക്കും, തെറ്റായി പോവും. ഇൻകം എഫക്റ്റ് സ്ട്രോങ് ആണെങ്കിൽ എന്താ സംഭവിക്കുമെന്നറിയാമോ? അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പോസിറ്റീവ് ആകും. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പോസിറ്റീവ് ആകും. എപ്പോൾ? ഇഫ് ദ ഇഫക്റ്റ് ഓഫ് ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പോസിറ്റീവ് ആകും എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും. ഓഹ്, അപാരം. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആശയം അല്ലേ? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും എന്നും പറയാമല്ലോ നമുക്ക്, നേരെ തിരിച്ചും. അപ്പം അങ്ങനൊരു കാര്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. നമ്മൾ പഠിച്ച ലോ ഓഫ് ഡിമാൻഡൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഇൻകം ഇഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇൻകം ഇഫക്റ്റ് സ്ട്രോങ് ആകുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുക എന്നുള്ളതാണല്ലോ. കൺസ്യൂമറുടെ ഇൻകം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കൺസ്യൂമറുടെ ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമർ ഒരു സാധനത്തിൻ്റെ വില കൂടിയാലും ആ സാധനം തന്നെ കൂടുതൽ വാങ്ങും. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, if the income effect is stronger than the substitution effect, what kind of relation that exists between the price of a commodity and its demand? Positive, direct relation. That is, when the price of a commodity increases, the demand will also increases. ഇങ്ങനെയുള്ള സാധനങ്ങളെ
ഏത്തരം സാധനങ്ങളെ ഇഫ് ദ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഓൾസോ ഇൻക്രീസസ്, അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മളൊരു പ്രത്യേക പേരിലാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഗിഫൻസ് ഗുഡ്സ്. ഗിഫൻ ഗുഡ്സ് എന്നുള്ള പേരിലാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഗിഫൻ ഗുഡ്സ് എന്താണ്? ദോസ് ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഇൻക്രീസസ് ആസ് ദ പ്രൈസ് ഇൻക്രീസസ്. ഈ ഗിഫൻ എന്ന പേര് വരാൻ കാരണം സ്കോട്ടിഷ് എക്കണോമിസ്റ്റായ സർ റോബർട്ട് ഗിഫൺ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് ആദ്യമായി ഇംപിരിക്കൽ സ്റ്റഡിയിലൂടെ, പ്രായോഗികമായ പ്രവർത്തനങ്ങളിലൂടെ ഇത് തെളിയിച്ചത്. അതുകൊണ്ടാണ് ഇത്തരം സാധനങ്ങളെ ഏത് പേരിൽ വിളിക്കുന്നത്? ഗിഫൻ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു എക്സാമ്പിൾ തന്നെ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ബ്രെഡ് സ്റ്റാപ്പിൾ ഫുഡായിരുന്നു എന്നും ആ ബ്രെഡിൻ്റെ വില വർദ്ധിച്ചപ്പോൾ ആൾക്കാർ ബ്രെഡ് തന്നെ കൂടുതൽ വാങ്ങി എന്നും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. സോ ബ്രെഡ്, ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റൈസ് അല്ലേ, മലയാളികളുടെ റൈസ്, ഇതെല്ലാം ഗിഫൻ ഗുഡ്സിന് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ മനസ്സിലായല്ലോ. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റാണ് സ്ട്രോങ്ങർ എങ്കിൽ ഇൻകം ഇഫക്റ്റിനേക്കാൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം നെഗറ്റീവായിരിക്കും. ഇഫ് ദ ഇൻകം ഇഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ദെൻ ദ ലോ ഓഫ് ഡിമാൻഡ് വിൽ ബിക്കം ഇൻവാലിഡ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും റിസൾട്ട്? പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പോസിറ്റീവായിരിക്കും. അങ്ങനെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ള, പ്രൈസും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉള്ള ഗുഡ്സിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുക? ഗിഫൻ ഗുഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പറഞ്ഞു വെച്ചത് ഡെറിവേഷൻ ഓഫ് ദ ഡിമാൻഡ് കർവ് ഫ്രം ദി ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് അഥവാ ഇൻഡിഫറൻസ് കർവ്. വെറും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഗുഡ് വണ്ണിൻ്റെ വില കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈന് എന്ത് മാറ്റമുണ്ടാകുന്നു എന്ന ഒരു ആശയം നമ്മളിൽ ഉണ്ടാവണം. ഒപ്പം ഓപ്റ്റിമൽ ചോയ്സ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ആശയം ഉണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയ ഒരു വിഷയമാണ്, പോർഷനാണ് എന്നുള്ളത് കൊണ്ട് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രാധാന്യം ഇതിനുണ്ട്. എല്ലാവരും ഭംഗിയായി പഠിക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഈ പോർഷനിൽ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.